എല്ലാ പ്രിയപ്പെട്ട ഷാലോം TV പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മറിയത്തിന്റെ പ്രാർത്ഥനയും മർത്തയുടെ പ്രവർത്തനവും കോർത്തിണക്കി ക്രിസ്തുവിന്റെ കരുണാർദ്രമായ സ്നേഹം അഗതികളിലും പാവപ്പെട്ടവരിലും പങ്കുവച്ച് അവരെ കൈപ്പിടിച്ചുയർത്തുവാനായി ദേവദാസൻ ഫാദർ വർഗീസ് പയ്യപ്പിള്ളിയാൽ രൂപം കൊണ്ട അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ജ്യോതിസ് തന്റെ പ്രവർത്തന മേഖലയിൽ വ്യത്യസ്തയാണ്. എറണാകുളം അതിരൂപതയിലെ കോക്കമംഗലം ഇടവകയിൽ പുളിക്കപ്പറമ്പിൽ കുടുംബാംഗമായ ഈ സന്യാസിനി ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ഏറെ ശ്രദ്ധേയയാവുകയാണ്. അനാഥരുടെയും അഗതികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അവർക്ക് നിയമത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ അക്ഷീണം യത്നിച്ച് സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുകയാണ് ഈ സമർപ്പിത. ദൈവസന്നിധിയിൽ നിന്നും ശക്തി സ്വീകരിച്ച് അനേക ജീവിതങ്ങൾക്ക് വെളിച്ചമായി മാറുന്ന ഈ സമർപ്പിതയുടെ ജീവിത വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സന്യാസ ജീവിതം വെല്ലുവിളിയുടെ ജീവിതമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ. SD സന്യാസ സമൂഹത്തിലേക്ക്, അതായത് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിലേക്കുള്ള തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ഈ സന്യാസ സമൂഹത്തിൽ അംഗമായി ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സിസ്റ്റർ ജ്യോതിസ് ഇതിലേക്ക് കടന്നു വന്നത് 2000-ലാണ്. അന്നും ഈ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്നതുകൊണ്ട് എനിക്ക് സിസ്റ്റർ ജ്യോതിസിനെ നന്നായി അറിയാം. സന്യാസ രൂപവൽക്കരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് 2005-ൽ സിസ്റ്റർ ജ്യോതിസ് ഈ സന്യാസ സമൂഹത്തിൽ വ്രതം ചെയ്ത് അംഗമായി തീർന്നു. ഈ സന്യാസ സമൂഹത്തിൻ്റെ ആധ്യാത്മികതയിലും സിദ്ധിയിലും അതീവ താല്പര്യമുണ്ടായിരുന്ന സിസ്റ്ററിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഉറച്ച ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞു. വിവിധ തരത്തിൽ അഗതിത്വം അനുഭവിക്കുന്നവർക്കായുള്ള സ്ഥാപനങ്ങളാണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന് സ്വന്തമായിട്ടുള്ളത്. ധാരാളം അഗതിത്വം അനുഭവിക്കുന്ന ഇത്തരം സഹോദരങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുക സിസ്റ്റർ ജ്യോതിസിനെന്നും വലിയ ഹരമായിരുന്നു. ഇവിടെയുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് പുറമേ പുറത്തുള്ളവർക്കും അവരുടെ വേദനകളിൽ, അവരുടെ നീതി നിഷേധിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് ശബ്ദമാകുവാൻ, അവർക്ക് നീതി ലഭ്യമാക്കുവാൻ സിസ്റ്റർ ജ്യോതിസിന് ധാരാളം അവസരങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പണമില്ലാത്ത അഗതികളായ ദരിദ്രർക്ക് തങ്ങളുടെ കേസുകൾ നടത്തി കൊടുത്തുകൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനപൂർണമായൊരു ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ സിസ്റ്റർ ജ്യോതിസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സന്തോഷത്തോടെ ഓർക്കുന്നു. വരും കാലങ്ങളിലും സിസ്റ്റർ ജ്യോതിസിന് സഭയുടെ പേരിൽ ഇതുപോലെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി അനേകർക്ക് ജീവനേകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ജ്യോതിസിനെ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ മനുഷ്യൻ്റെയും ജീവിത വളർച്ചയുടെ അടിസ്ഥാനം അവൻ്റെ കുടുംബമാണല്ലോ. സിസ്റ്ററുടെ വീട്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് എറണാകുളം അതിരൂപതയിൽ കോക്കമംഗലം ഇടവകയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് അടുത്താണ് കോക്കമംഗലം. തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നല്ലേ അതെ, കോക്കമംഗലം? പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണത്. സിസ്റ്ററുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും എനിക്കൊരു സഹോദരനുമാണുള്ളത്. ചേട്ടൻ വിദേശത്ത് ജോലി ചെയ്യുന്നു, വിവാഹിതനാണ്. ഇപ്പോൾ 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ എനിക്ക് ഇളയവരായി 2 കുഞ്ഞുങ്ങൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിറന്നിരുന്നു. ജനിച്ച ഉടനെ തന്നെ അവർ മരിക്കുകയായിരുന്നു. അപ്പോൾ മമ്മി കുഞ്ഞുനാൾ മുതലേ പറഞ്ഞു തരുമായിരുന്നു, സ്വർഗത്തിൽ 2 കുഞ്ഞു മാലാഖമാർ നമുക്കുണ്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ, പഠനാവശ്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം അവരോട് ചോദിക്കണം, അവർ ഈശോയോട് മധ്യസ്ഥം വഹിക്കുമെന്ന് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളിൽ ഞാൻ ഈ കുഞ്ഞു മാലാഖമാരോട് എന്നും പ്രാർത്ഥിച്ചിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇന്നും അവരെൻ്റെ ഒപ്പമുള്ളൊരു
അനുഭവമാണ് എനിക്കുള്ളത്. ദിനംപ്രതി സിസ്റ്ററിന്റെ എല്ലാ കാര്യത്തിലും കുഞ്ഞു മാലാഖമാരെ സിസ്റ്ററിനെ സഹായിക്കും. തീർച്ചയായിട്ടും അവരൊപ്പം ഉണ്ട് എന്നുള്ളൊരു അനുഭവമാണ് എനിക്കുള്ളത്. സിസ്റ്ററുടെ ചെറുപ്പകാലത്തിലെ പഠനമൊക്കെ എവിടെയായിരുന്നു? നാട്ടിൽ തന്നെയായിരുന്നു? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഇടവകയുടെ പള്ളിയുടെ കീഴിലുള്ള സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി ചെയ്തത് സെൻറ്റ് മൈക്കിൾസ് കോളേജ് ചേർത്തലയിലാണ്. അപ്പോൾ അവിടെ പഠിച്ച അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സും കൂടെ പഠിച്ച സുഹൃത്തുക്കളും ഒക്കെ അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരോടൊപ്പമായിരിക്കുന്ന അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹമൊക്കെ ഒത്തിരി അനുഭവിക്കുന്ന ഒരു നല്ല ബന്ധങ്ങൾ ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അന്ന് 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരുമായിട്ടെല്ലാം നല്ല ബന്ധം ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ചെറുപ്പകാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന, അത് ജീവിതത്തിൽ മുന്നോട്ട് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞുനാളിലുള്ള അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് പപ്പായുടെയും മമ്മിയുടെയും ജീവിതമാണ്. അവരുടെ ജീവിതം എന്നും എനിക്ക് നല്ലൊരു മാതൃകയും നല്ല പ്രചോദനവുമാണ്. മമ്മിയാണെങ്കിൽ കുഞ്ഞുനാളിലെ തന്നെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈശോയുടെ രൂപത്തിന് മുമ്പിൽ, കുരിശ് വരയ്ക്കുന്ന രൂപത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പോയി പപ്പായ്ക്കും മമ്മിക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉമ്മ കൊടുക്കുന്ന പതിവൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ പരീക്ഷയുടെ നാളുകളിൽ, പരീക്ഷാ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് വിശുദ്ധരുടെ കാഴ്ചരൂപങ്ങൾ ആരുടെയൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതെല്ലാം ഒരു സേഫ്റ്റി പിന്നിൽ കോർത്ത് അത് മമ്മി ഉടുപ്പിൻ്റെ അടിയിൽ കുത്തി തരുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം പരീക്ഷയുടെ സമയങ്ങളിൽ ജീവിതത്തിൽ എല്ലാം ഒപ്പമുള്ളൊരു അനുഭവമായിരുന്നു. പിന്നെ പപ്പായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും വലിയൊരു ബിസിനസ് തകർച്ചയിലൂടെയൊക്കെ കടന്നുപോകേണ്ട അനുഭവം ഉണ്ടായി. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കുടുംബം മുഴുവൻ കടന്നുപോയി. എങ്കിലും ഒരിക്കലും നിരാശനാവുകയോ ദൈവത്തെ പഴിക്കുകയോ പരസ്പരം പഴിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സമാധാനമായിട്ട് ശാന്തമായിട്ട് അതിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ് ഞാൻ കണ്ടത്. അപ്പം മമ്മിയും പപ്പായും ഒരുമിച്ച് അവരൊപ്പമായിരുന്നുകൊണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ ആനന്ദ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്, വിശ്വസ്തയോടെയുള്ള ജീവിതവും ഒരുമിച്ചായിരിക്കുന്ന അനുഭവം എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അത് അനുഭവിക്കാൻ സാധിച്ചു. ഞാനൊരു പ്രാർത്ഥനാന്തരീക്ഷം നിറഞ്ഞൊരു കുടുംബമായിരുന്നു. പ്രാർത്ഥനാന്തരീക്ഷം, ദൈവത്തിലെ അടിയുറച്ച വിശ്വാസമുള്ളൊരു കുടുംബമായിരുന്നു. അപ്പം ഞാൻ വളർന്നു വന്നപ്പോഴും ഞാൻ എന്നും ആഗ്രഹിക്കുമായിരുന്നു എൻ്റെ മമ്മിയെ പോലെ നല്ലൊരു ഭാര്യയായി തീരണം, നല്ലൊരു അമ്മയായി തീരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവസാനം കർത്താവിൻ്റെ മണവാട്ടിയായി മാറിയിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ കൂടുതലും TV പ്രോഗ്രാമുകളും അതിൻ്റെ ബഹളങ്ങളും സീരിയലുകളും ഒക്കെയാണല്ലോ. അപ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന പ്രാർത്ഥന അന്തരീക്ഷം ഒന്ന് വിവരിക്കാമോ? ഞങ്ങളുടെ 4ാം ക്ലാസ് വരെ ഞങ്ങളൊരു കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു. പപ്പായും പപ്പായുടെ ചേട്ടനും പപ്പായുടെ അനിയനും വല്യമ്മച്ചിയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുട്ടികളും ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കളിച്ച് പഠിച്ച് അങ്ങനെ വളർന്ന ഒരു അനുഭവമായിരുന്നു. അപ്പം സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്യമ്മച്ചിയുടെ നേതൃത്വത്തിൽ വളരെ നിഷ്ഠയോടെയാണ് സന്ധ്യാപ്രാർത്ഥന എന്ന് നടന്നിരുന്നത്. കൃത്യം 7 മണിക്ക് പ്രാർത്ഥന തുടങ്ങണം. ഏകദേശം അതൊരു 1 മണിക്കൂറോളം നീളുമായിരുന്നു എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരും മാറി മാറി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന, അവസാനം ബൈബിൾ വായിച്ച് പാട്ടുപാടിയാണ് പ്രാർത്ഥന അവസാനിപ്പിച്ചിരുന്നത്. അത് നല്ലൊരു ഓർമ്മയാണ്. പിന്നെ വല്യമ്മച്ചിയോടൊപ്പം ഉള്ള പള്ളിയിൽ പോക്ക്, വെളുപ്പിനെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വടിയും കുത്തിപ്പിടിച്ച് വല്യമ്മച്ചി ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ കൊച്ചുങ്ങളും ഈ അമ്മച്ചിയുടെ ഒപ്പം തന്നെ പുറകെ നടന്ന് നീങ്ങുന്നൊരു അനുഭവമായിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം. പിന്നെ ഞങ്ങൾ വേറെ മാറിയതിന് ശേഷവും ഒരു നിഷ്ഠയുണ്ടായിരുന്നു. എന്നും കുരിശ് വരയ്ക്കണം, അതൊരിക്കലും മുടക്കരുത്. അപ്പോൾ പപ്പായും മമ്മിയും ചേട്ടനും ഞാനും കൂടെ ചേർന്നിരുന്ന് ഇതേ രീതി തന്നെ തുടരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് സിസ്റ്റർ മഠത്തിൽ ചേരണമെന്നൊരു ആഗ്രഹ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ചെറുപ്പം മുതലേ സിസ്റ്ററിന് മഠത്തിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ, അതോ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വഴിത്തിരിവായി മാറിയോ പിന്നീട്? സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്ക് മഠത്തിൽ ചേരണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. കുഞ്ഞുനാളിലെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത്. വീട്ടിലാണെങ്കിൽ ചെറുപ്പമായിരുന്നപ്പോൾ മഠത്തിൽ തന്നെ ഞങ്ങളുടെ പള്ളിയോട് ചേർന്ന് ക്ലാരമഠമാണുള്ളത്. അപ്പോൾ അവിടെ മഠത്തിൽ വളർന്നൊരു അനുഭവമായിരുന്നു. എല്ലാം പഠിക്കാനും കലാപരിപാടികൾ പ്രാക്ടീസ് ചെയ്യാനും മറ്റെല്ലാത്തിനും മഠത്തിലായിരുന്നു മുഴുവൻ നേരം. പക്ഷെ ഒരിക്കലും മഠത്തിൽ ചേരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ വേറെ വൈദികരോ സന്യസ്തരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ പപ്പായുടെ പെങ്ങൾ ക്ലാരമഠത്തിലെ അംഗമാണ് സിസ്റ്റർ കോൺസിലേത്ത. പിന്നെ മമ്മിയുടെ ചേച്ചി സിസ്റ്ററുണ്ട്, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, സിസ്റ്റർ ജ്യോതി. മമ്മിയുടെ അനിയത്തി സിസ്റ്റർ മേഴ്സി, വിമലാലയ സിസ്റ്ററാണ്. പിന്നെ കസിൻസ്, പപ്പായുടെ കസിൻസായിട്ട് വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട് കുടുംബത്തിൽ. അപ്പം അവരൊന്നും പക്ഷെ ഒരിക്കലും ആൻറ്റിമാരൊന്നും ഒരിക്കലും മഠത്തിലേക്ക് ചേരാൻ വിളിച്ചിട്ടില്ല, ആരും നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ, വെളി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത്
കുഞ്ഞുനാളിലത്തെ ആ പ്രാർത്ഥനയുടെ വളർച്ചയ്ക്ക് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പഠനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെയായിരുന്നു ശ്രദ്ധ. അത്യാവശ്യം ശനിയാഴ്ചകളിൽ പള്ളിയിൽ പോകും, സൊഡാലിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പോകും. അതിനപ്പുറത്തേക്കൊരു ബന്ധം അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെ ഞങ്ങളുടെ പരീക്ഷയ്ക്ക് ശേഷം നീണ്ട ഒരു അവധി ഉണ്ടല്ലോ, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം. അപ്പോൾ അവധി ദിവസങ്ങളിൽ എൻ്റെ ഒരു പ്രധാന ഹോബിയായിരുന്നു അപ്പുറത്ത് പപ്പായുടെ ചേട്ടന് കുട്ടപ്പിച്ചായൻ്റെ വീട്ടിൽ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരമുണ്ട്. അവിടെ പോയി എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കുഞ്ഞുനാളിൽ. അപ്പം 10ാം ക്ലാസ്സിലെ എൻ്റെ അവധിക്ക് ഞാനതുപോലെ പുസ്തകം എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആൻറ്റി എനിക്ക് കഥ പറയുന്ന പാവങ്ങളുടെ അമ്മ ടി മുണ്ടയ്ക്കലിൻ്റെ മദർ തെരേസയെക്കുറിച്ചുള്ള പുസ്തകം എനിക്ക് തന്നത് ഞാൻ വായിച്ചു. അതൊരു പുതിയൊരു അറിവായിരുന്നു എനിക്ക്. സിസ്റ്റേഴ്സിന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപ്പുറം കടന്ന് ഇങ്ങനത്തെ പ്രേക്ഷിത രംഗങ്ങൾ, സമൂഹത്തിൽ ആരും നോക്കാനും ശുശ്രൂഷിക്കാനും ഇല്ലാത്തവരെ സിസ്റ്റേഴ്സ് കൂട്ടിക്കൊണ്ട് വന്ന് അവരെ ശുശ്രൂഷിക്കുന്നു. പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെന്നും സമൂഹം എന്നും അവഗണിച്ചിരുന്നു. അവരെയൊക്കെ മദർ തെരേസ വളരെ ധീരതയോടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ധാരാളം സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നു. അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. പക്ഷേ അന്നും അത് ഉള്ളിൽ സ്പർശിച്ചെങ്കിലും മടത്തി ചേരണമെന്നുള്ള ആഗ്രഹമൊന്നും തോന്നിയില്ല. പിന്നീട് പ്രീ ഡിഗ്രിയുടെ അവധിക്ക് ഇതുപോലെ കളിച്ച് നടക്കുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു ക്ലാസ് കൂടണം, അതായത് വ്യക്തിത്വ വികസനത്തിന് പറ്റുന്ന ക്ലാസ്. അങ്ങനെ ഒരു ചിന്തയുണ്ടായി. അപ്പം അപ്പുറത്തെ ആൻറ്റിയുടെ ചേച്ചി സിസ്റ്റേഴ്സ് 2 പേര് SD കോൺവെൻറ്റിലുണ്ട്. പിന്നെ ആങ്ങളയുടെ മകളും ഒരു സിസ്റ്ററുണ്ട്. ചേച്ചി സിസ്റ്റർ ജോസിറ്റ മരണമടഞ്ഞു, സിസ്റ്റർ മേഴ്സിറ്റ, സിസ്റ്റർ ആങ്ങളയുടെ മകൾ സിസ്റ്റർ സുബിൻ ജോസ്. അവരിടയ്ക്ക് അപ്പുറത്ത് വരും. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷിതരുള്ള ഒരു കുടുംബമാണ്. അപ്പം അതെ, സിസ്റ്റേഴ്സ് എന്നും ഒരു ഉണർവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിലും വരും. അങ്ങനെ നല്ലൊരു ബന്ധം സിസ്റ്റേഴ്സുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവധിയുടെ സമയത്ത് ആൻറ്റി അപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, നല്ല ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമ്പൊക്കെ ഉണ്ടെങ്കിലും മഠത്തിൽ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം, ക്ലാസ് കൂടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം അന്ന് വരെയും പപ്പയാണ് ഒരിക്കലും ഒരു ക്യാമ്പിനോ അങ്ങനത്തെ സെമിനാറിനോ ഒന്നും വിടുന്നൊരു രീതിയില്ലായിരുന്നു. വിനോദയാത്രകൾക്ക് അങ്ങനത്തെ വിടുന്ന രീതിയില്ലായിരുന്നു. അത് പപ്പായുടെ അനുവാദം ചോദിക്കാതെയാണ് ഞാൻ സിസ്റ്റേഴ്സിനോട് പോയി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല. പക്ഷേ ഇവിടുന്ന് കോൺവെൻറ്റിൽ നിന്ന് വിളിച്ചു, ഇങ്ങനെ ക്യാമ്പുണ്ട് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പപ്പായുടെ അനുവാദം ചോദിക്കാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ്, പപ്പ നല്ലൊരു ക്ലാസ് കൂടാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ക്യാമ്പുണ്ട് മഠത്തിൽ, അപ്പോൾ അത് കൂടാൻ പോവാണ്. കൂടിയിട്ട് ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വന്ന് മാത്സ് മെയിൻ എടുത്ത് ഡിഗ്രി ചെയ്യാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, പപ്പ സമ്മതം മൂളി. അങ്ങനെയാണ് ക്യാമ്പിനായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്. ക്യാമ്പ് എവിടെയായിരുന്നു നടത്തിയത്? ക്യാമ്പ് SD കോൺഗ്രിഗേഷൻ്റെ സെൻറ്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസായ ചെത്തിപ്പുഴയിലായിരുന്നു ക്യാമ്പ്. ഈ SD സന്യാസ സമൂഹത്തെ പറ്റി പരിചയപ്പെടാൻ എങ്ങനെയാണ് അതിനൊരു വഴിയുണ്ടായത്? നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റിമാർ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുമായിട്ട് പരിചയം. പക്ഷേ അടുത്ത പരിചയമൊന്നും എന്താണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവർ വരുമ്പോൾ അവരോട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അവരോട് പോയി വർത്താനം പറയും, വിശേഷങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അടുത്ത് SD എന്താണെന്നൊന്നും പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ക്യാമ്പിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 1-2 ദിവസം പരിശീലനത്തിലായിരിക്കുന്ന പോസ്റ്റ്ലൻസിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അവരോടൊപ്പമായിരുന്ന അനുഭവം ശരിക്കും പുതിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ഞങ്ങൾ വീട്ടിൽ 2 പേര് ഇവിടെ വന്നപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കുക, അവരുടെ സന്തോഷം, അവരുടെ കളികൾ, അവരുടെ ജോലികളിലുള്ള ക്രമീകരണം, അതെല്ലാം എൻ്റെ പ്രായത്തിലുള്ള അതേ കുട്ടികൾ തന്നെ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് കണ്ടപ്പോൾ അതെനിക്ക് ഒത്തിരി പ്രചോദനകരമായിരുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സിൻ്റെ സന്തോഷം എന്നെ ഏറെ ആകർഷിച്ചു. ഇത്രയും അധികം സിസ്റ്റേഴ്സ് ഒരുമിച്ചായിരുന്നു. ഏറെ സന്തോഷത്തോടെ അവർ നമ്മളെ സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് സന്തോഷത്തോടെ പോകാം. അവരുടെ സന്തോഷം എന്നും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ആ നാളുകളിൽ. ക്യാമ്പിന് ശേഷം സിസ്റ്റർ ആകണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു? അത് ക്യാമ്പോട് കൂടിയാണ് ആ തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. പിന്നെ കുറച്ച് ദിവസം ഞാൻ മേഴ്സി ഹോമിലായിരുന്നു. മേഴ്സി ഹോം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ഒരു പ്രധാന പ്രേക്ഷിത രംഗമാണത്. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൽ ഏകദേശം ചേച്ചിമാരും കൊച്ചുങ്ങളും തീരെ കുഞ്ഞുങ്ങളുമായിട്ട് ഏകദേശം 100ഓളം പേര് അന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലായിരുന്നപ്പോൾ ഏറെ അത്ഭുതത്തോടും നന്ദിയോടും കൂടിയാണ് ആ നിമിഷങ്ങളിലായിരുന്നത്. വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾ ലോകത്തിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് നടക്കാനും കേൾക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് നടന്നു നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ സഹായം ഉണ്ട്. ആ ഒരു അവസ്ഥ ഞാൻ അന്നാണ് അത് തിരിച്ചറിയുന്നത്. അപ്പോൾ ദൈവത്തിനോട് കൂടുതൽ നന്ദിയുള്ളവരാകാനും ഈ ജീവിതം
എൻ്റെ ഈ ജീവിതം കൂടുതൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നൽകണമെന്നുള്ളൊരു ചിന്ത ആ ദിവസങ്ങളിലാണ് വന്നത്. അപ്പോൾ ഒരു സത്യത്തിലൊരു സ്ട്രഗിളായിരുന്നു. ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം സിസ്റ്റേഴ്സ് ആൻറ്റിമാർ പറഞ്ഞു തന്നു, നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് നമുക്ക് തീരുമാനം എടുക്കാനുള്ള ശക്തി നമുക്ക് തരും, ഈശോയോട് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ച് മഠത്തിൽ ചേരണമെന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ. ക്യാമ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ തീരുമാനം ഒരാഴ്ചയുടെ അവസാനം എത്തിയപ്പോഴും ഞാൻ മഠത്തിൽ ചേരും എന്നൊരു ഉറച്ച തീരുമാനത്തിലെത്തി ഞാൻ. മാതാപിതാക്കളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഒരാഴ്ച കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞ് പപ്പായും മമ്മിയെ കൊണ്ടുപോകാൻ വന്നപ്പോഴാണ് ആൻറ്റിമാർ തന്നെയാണ് പറഞ്ഞത്, ജ്യോതിസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്, മഠത്തിൽ ചേരണമെന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ആദ്യം അവർ കേട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരിക്കലും ഒരു ഷോക്കായ ഒരു അനുഭവമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ എന്നെ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി 2-3 ആഴ്ച ഉള്ളായിരുന്നു. പിന്നെ ജൂൺ 4 മഠത്തിൽ ചേരണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ദിവസം തന്നെ ചേരണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു ഞാൻ. അപ്പം പപ്പ പറയും, അപ്പുറത്ത് കുട്ടപ്പച്ചായനോട്, വലിയപ്പച്ചൻ്റെ സ്ഥാനമുള്ളത് കുട്ടപ്പച്ചായനോട് പോയി ചോദിക്കും, കുട്ടപ്പച്ചായൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്ന് പറയും. അപ്പം ഞാൻ കുട്ടപ്പച്ചായൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ കുട്ടപ്പച്ചായൻ പറയും പപ്പ സമ്മതിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ പറഞ്ഞ്, ഇപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഡിഗ്രി കഴിയുമ്പോൾ ഇതിന് തീരുമാനം എടുക്കാനുള്ള ഒരു പക്വതയാകും, അപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊക്കോ, ഞങ്ങൾ എതിര് നിൽക്കില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഈശോ ഇപ്പോഴാണ് വിളിക്കുന്നത്, ഇപ്പം തന്നെ ഉടനെ തന്നെ എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്ന്. അപ്പോൾ ഏറ്റവും അവസാനം പപ്പ പറഞ്ഞ്, ഡിഗ്രി പഠിച്ചില്ലെങ്കിലും വേണ്ട, ഒരു വർഷം ഞങ്ങളോടൊപ്പം ഒന്നിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഒരു വർഷം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വേഗം എത്രയും ജൂൺ 4 തന്നെ മഠത്തിൽ ചേരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സാവധാനം അവരും എൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അതിന് സമ്മതം മൂളുമായിരുന്നു. കൃത്യം ജൂൺ 4 തന്നെ ഇവിടെ കൊണ്ടേ ആക്കി അവരെന്നെ. സോ SD സന്യാസ പരിശീലന കാലഘട്ടത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങളും ജീവിതത്തിൽ ഒരുപാട് വളർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിപ്പോഴും പ്രചോദനമായി തീരുന്നില്ലേ? പരിശീലന കാലഘട്ടം യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ. അപ്പം വ്യക്തിത്വ വികസനത്തിന് ധാരാളം ക്ലാസ്സുകൾ, അതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. അപ്പം എന്നെ പരിശീലന കാലഘട്ടത്തിൽ സഹായിച്ച ഗുരുനാഥന്മാർ സിസ്റ്റർ ലിസു റാണി, സിസ്റ്റർ ജെസിൻ, സിസ്റ്റർ വിമൽ, സിസ്റ്റർ അർച്ചന, ഇവരായിരുന്നു എന്നെ പരിശീലന കാലഘട്ടത്തിൽ നയിച്ചിരുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും ഉണർത്തി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഭംഗിയായി, ഏറ്റവും ശ്രേഷ്ഠമായി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും, എന്നിൽ മറിഞ്ഞിരിക്കുന്ന എല്ലാ സാധ്യതകളും ഉണർത്തിക്കൊണ്ടുവന്നൊരു അനുഭവമായിരുന്നു. കുഞ്ഞുനാളിൽ സ്കൂളിലായിരിക്കുമ്പോൾ കൊയറിലും മറ്റ് ഡാൻസ് അതിലെല്ലാം പങ്കുചേരുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞ് അത് കൂടുതൽ തെളിമയുള്ളതാക്കാനുള്ള എല്ലാ അവസരങ്ങളും ലഭിച്ചു. ഒപ്പം തന്നെ സഭയുടെ SD സന്യാസ സമൂഹത്തെ പരിചയപ്പെടാനും സഭയുടെ സിദ്ധിയും ചൈതന്യവും ക്രമേണ മനസ്സിലാക്കുവാനും ആ ഒരു ഈശോയായിട്ടുള്ള ആഴമായ വ്യക്തിബന്ധത്തിൽ വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സഭയുടെ ശുശ്രൂഷ മേഖലകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. മേഴ്സി ഹോമിൽ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്തു. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ അപ്പാപ്പന്മാരെ അമ്മമ്മമാരെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനങ്ങളിലായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ SD-യുടെ ശുശ്രൂഷ രംഗങ്ങളും പരിചയപ്പെടാനും ഈ സഭയോടുള്ള സ്നേഹത്തിലും ആ ഒരു ബന്ധത്തിലും കൂടുതൽ ആഴപ്പെടുവാനും സാധിച്ചു. അപ്പോൾ ഏറെ ആഹ്ലാദത്തോടും തീക്ഷ്ണതയോടും കൂടി ആയിരിക്കുമല്ലോ ആദ്യ വ്രത വാഗ്ദാനത്തിനും ഉടുപ്പിടലുമായി ഒരുങ്ങിയത്. ആ നാളുകളിൽ പ്രത്യേകിച്ചൊരു അനുഭവത്തിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. ദൈവം ഓരോരുത്തരെയും നയിക്കുന്നത് ഓരോ വഴികളിലൂടെ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചു. ഞാൻ 4.5 വർഷത്തെ പരിശീലനം വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്താണ് ഓരോ ദിവസവും മുമ്പോട്ട് പോയത്. പക്ഷേ അവസാനം സെക്കൻഡ് ഇയർ നോവിഷ്യറ്റിൻ്റെ അവസാനം ഉടുപ്പിടിയിലിന് ആദ്യവ്രത സമർപ്പണത്തിന് തൊട്ട് മുമ്പ് എത്തിയപ്പോൾ വലിയൊരു സ്ട്രഗിളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ക്രൈസിസ്, യഥാർത്ഥത്തിൽ അതാണ് അങ്ങനൊരു വേദനയുടെ അനുഭവമായിരുന്നു. അപ്പം ആത്മീയ ഗുരുക്കന്മാരിലൂടെ പ്രത്യേകിച്ച് വർഗീസ് കോടിക്കൽ അച്ഛൻ എന്നെ സഹായിച്ചു ഒത്തിരി. എന്ത് തീരുമാനമാണോ എടുക്കേണ്ടതെന്നുള്ളത് ഒത്തിരി സഹായിച്ചു. അപ്പോൾ അച്ഛൻ 2 സാധ്യതകളാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഒരു വർഷം കൂടെ നോവിഷ്യറ്റ് കണ്ടിന്യൂ ചെയ്ത് ആദ്യവ്രതം ചെയ്യുക, അല്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോകുക എന്നുള്ള 2 സാധ്യതകളാണ് മുമ്പിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. മദർ പ്രൊവിൻഷ്യലും മറ്റ് ഗുരുനാഥന്മാരും എല്ലാം എന്നെ ഒത്തിരി സഹായിച്ചു ആ നാളുകളിൽ. അപ്പം ഞാൻ തീരുമാനം എടുത്തത് ഒരു വർഷം കൂടെ ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്ത്
വ്രതം ചെയ്യാനാണ് തീരുമാനം എടുത്തത്. അപ്പോൾ ആ നാളുകളിൽ ഇന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ നാളുകളിലാണ് എൻ്റെ വിളി കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ടതും ഈശോയായിട്ടുള്ള ആ ആഴമായ വ്യക്തിബന്ധത്തിൽ വളരാൻ സാധിച്ചതും. സ്വസ്ഥമായി ഈശോയുടെ സന്നിധിയിലിരുന്ന എല്ലാ വിഷമങ്ങളും എല്ലാം പങ്കുവെച്ച് ആ ഒരു ബന്ധത്തിലേക്ക് കൂടുതൽ ആഴപ്പെട്ട അനുഭവമായിരുന്നു. ഒപ്പം തന്നെ തിരുവചനങ്ങളിലൂടെ ഓരോ ദിവസവും എന്നെ ഈശോ ശക്തിപ്പെടുത്തുന്ന ഒരനുഭവം എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറിൻ്റെയും ഗുരുനാഥന്മാരുടെയും പിന്നെ എല്ലാ സിസ്റ്റേഴ്സും ഒത്തിരി ആ നാളുകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ആഴമായ ബന്ധത്തിൻ്റെ നിറവിൽ ആദ്യവ്രത സമർപ്പണം ചെയ്യാനുള്ള ഒരു അവസരം ദൈവം തന്നെ എനിക്ക് ഒരുക്കി തന്നെ അവിടുത്തെ വഴികളിലൂടെ എന്നെ നയിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ നാളുകളിൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ അല്ലേ? സിസ്റ്ററുടെ ഈ അനുഭവങ്ങൾ വലിയൊരു ദൈവാനുഭവമായി തോന്നുന്നു. പിന്നെ ഉടുപ്പിടിയലിന് ശേഷം സിസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെയായിരുന്നു? 2005 സെപ്റ്റംബർ 24 ഞാൻ ആദ്യവ്രതം ചെയ്തത്. അത് ചെയ്ത ഉടനെ തന്നെ സെർനിറ്റി ഹോം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എലിക്കുളത്തുള്ള ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്തത്. ഏകദേശം 1.5 വർഷക്കാലം അവിടെ ആയിരുന്നപ്പോൾ അവിടെ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ് ഉള്ളത്. തീരെ രോഗികളായിട്ടുള്ളവരുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. അത് 1.5 വർഷക്കാലം അവിടെ ആയിരുന്ന നാളുകൾ എന്നെ എന്നും ഏറെ പ്രചോദിപ്പിക്കുന്ന ഓർമ്മകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. SD-യുടെ ആ യഥാർത്ഥ ചൈതന്യം ജീവിക്കാനുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു എനിക്ക് ലഭിച്ചത്. അപ്പോൾ അവിടെ ആയിരുന്ന സമയങ്ങളിൽ അറുപ്പും വെറുപ്പും കൂടാതെ അവർക്കുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പ്രായമുള്ള അപ്പച്ചന്മാർ പോലും എന്നെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഞാൻ അവരുടെ എല്ലാ അമ്മയായിത്തീർന്നു എന്നുള്ളൊരു അനുഭവമായിരുന്നു. കുഞ്ഞുനാളിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിൽ പപ്പായും മമ്മിയും പിന്നെ ചേട്ടനും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2 കുട്ടികളെ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു വലുതാകുമ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 10-15 പിള്ളേരെങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി തിരിച്ചറിഞ്ഞു, ഇപ്പോൾ 10-15 അല്ല, ആ ഒരു കുടുംബത്തിനെക്കാട്ടും വലിയൊരു ഇതിലേക്കാണ് ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അനേകം മക്കൾക്ക് ആയിരങ്ങൾക്ക് അമ്മയായിത്തീരുന്ന ഒരു അനുഭവമായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ. അപ്പോൾ അവർ മരിക്കുന്ന അവസ്ഥയിലൊക്കെ മക്കൾ കൂടെയില്ല. അപ്പം നമ്മൾ മകളായിട്ട് അവിടെ നിന്ന് അവരുടെ മരണസമയങ്ങളിൽ രാത്രിയിൽ ഉറക്കളച്ചൊക്കെ അവരുടെ മരണത്തിനായിട്ട് ഒരുക്കുകയും അവസാനം അവരുടെ ആശീർവാദം വാങ്ങിച്ച് ഒത്തിരി പേരെ ആ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ നാളുകൾ ഞങ്ങളുടെ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പോലെ SD സഹോദരി അഗതികളായ മക്കൾക്ക് അമ്മയും സഹോദരിയും സ്നേഹിതയുമായി തീരണം. അത് യഥാർത്ഥത്തിൽ ജീവിക്കാൻ സാധിച്ച നാളുകളായിരുന്നു അത്. ഓൾഡ് ഏജ് ഹോമിലെ പ്രവർത്തനത്തിന് ശേഷം പിന്നീട് സിസ്റ്റർ LLB പഠനത്തിന് ജോയിൻ ചെയ്യുകയായിരുന്നു? അല്ല, സെർനിറ്റി ഹോമിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് ചേരുകയാണ് ചെയ്തത്. ഡിഗ്രി അസംഷൻ കോളേജിൽ കൊമേഴ്സ് ആയിരുന്നു മെയിൻ എടുത്ത് പഠിച്ചത്. ആ കാലഘട്ടങ്ങളിൽ ഏകദേശം 80ഓളം സ്റ്റുഡൻസ് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. മിക്കവാറും പേര് NRI സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഉള്ള ഒരു അനുഭവം വ്യത്യസ്തമായിരുന്നു. ടീച്ചേഴ്സായിരുന്നോ ഏക സന്യാസ സമൂഹത്തിൽ നിന്ന്? അതെ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സിസ്റ്ററായിട്ട്. അപ്പം മിസ്സുമാർക്ക് എല്ലാം നല്ലൊരു ബന്ധം നമ്മളോടുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അവരോട് ഇടപെടുന്നതിലൊക്കെ നല്ലൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. ആ നാളുകളിൽ പ്രത്യേകിച്ച് എനിക്ക് ലഭിച്ചൊരവസരം എന്ന് വെച്ചാൽ ഡഫ് ആൻഡ് ഡമ്മായ ഒരു കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ കുട്ടിയുടെ പേരൻസ് അവരെ ടീച്ചേഴ്സും എൻ്റെ അടുത്ത് ആ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠനത്തിലും മറ്റെല്ലാ കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. നമ്മൾ ഒന്നിനും തനിച്ചത്രയൊരു കഴിവില്ലായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നമുക്ക് നമ്മുടെ സപ്പോർട്ട് ആ കുട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ SD-യുടെ ചൈതന്യം ഈശോയെ പകരാനുള്ളൊരു അവസരം, കരുണ പകരാനുള്ള അവസരം എനിക്ക് അവിടെ ലഭിച്ചു. അപ്പോൾ ആ നാളുകളിൽ ആ കുട്ടി സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിച്ചു. ഒപ്പം തന്നെ കൂട്ടുകാരുടെ ഒരു നല്ലൊരു ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ നാളുകൾ നല്ല ഓർമ്മകളാണ് ജീവിതത്തിൽ എന്ന് നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണോ സിസ്റ്റർ പിന്നെ നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് കടന്നത്? ഡിഗ്രി പഠനത്തിന് ശേഷം നിത്യവ്രതത്തിനായിട്ടുള്ള ഒരുക്കമായിരുന്നു 1 വർഷം. അപ്പോൾ ഞങ്ങൾക്ക് 6 മാസത്തെ തിയോളജി കോഴ്സ്, 3 മാസത്തെ ഫിലോസഫി കോഴ്സ് അതൊക്കെ ബാംഗ്ലൂർ വെച്ച് ചെയ്ത് ഞങ്ങൾ. അതിനുശേഷം നിത്യവ്രതത്തിൻ്റെ ആ നാളുകളിൽ സിസ്റ്റർ സുധീരയാണ് ഞങ്ങളെ നിത്യവ്രതത്തിനായിട്ട് ഒരുക്കിയത്. സിസ്റ്റർ സുധീരയുടെ ദൈവവചനത്തോടുള്ള ആഴമായ ബന്ധം, വെളുപ്പിനെ ഉണർന്നുള്ള പ്രാർത്ഥന, അതൊക്കെ എന്നൊരു പ്രേരണയും പ്രചോദനമായിരുന്നു. അപ്പോൾ ആ നാളുകളിൽ ഞങ്ങളും അത് പരിശീലിച്ചു തുടങ്ങി, വചനം വായിക്കാനും പഠിക്കാനും. അപ്പോൾ അന്ന് തൊട്ടുള്ള എൻ്റെ ചെറിയൊരു ശീലമാണിത്. ഓരോ ദിവസവും സ്പർശിക്കുന്ന വചനം ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുന്നു, പിന്നെ അത് ഉരുവിട്ടുകൊണ്ട് നടക്കുക. സിസ്റ്റർ സുധീരയിൽ നിന്ന് ലഭിച്ച ഒരു പ്രചോദനമാണത്. പിന്നെ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് സമയമാണെങ്കിലും ഈശോടൊപ്പം ആയിരിക്കാനും വെളുപ്പിന് ഉണർന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനവും പരിശീലനവും ആ കാലഘട്ടങ്ങളിൽ ലഭിച്ചു. 1 വർഷത്തെ നീണ്ട കാലത്തെ ഒരുക്കത്തിന് ശേഷം നിത്യമായിട്ട് ഈശോയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചു.
കോളേജ് പഠനകാലത്ത് അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും സിസ്റ്ററിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനും മറ്റു കുട്ടികൾക്കും ഏറെ ബഹുമാനം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ലഭിച്ച അനുഭവം. അവരെ ഏറെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം കുട്ടിയുടെ കാര്യം എന്നെ ഏൽപ്പിച്ചതും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ചതും. അപ്പോൾ അതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു ആ നാളുകളിൽ. നമുക്ക് അവരിൽ ചെലുത്തിയ ആ സ്വാധീനം കൊണ്ടായിരിക്കാം പഠനത്തിൻ്റെ അവസാനം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബെസ്റ്റ് സോഷ്യൽ വർക്കർ എന്ന അവാർഡ് നൽകി ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ആദരിച്ചിരുന്നു. അത് അവരിൽ നമുക്ക് ഒരു ഈശോയുടെ സ്പർശം നൽകാൻ സാധിച്ചത് കൊണ്ടാകാം, എൻ്റെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് കൊണ്ടാകാം അങ്ങനെ നൽകിയത് എന്ന് ഞാൻ കരുതുകയാണ്. ജ്യോതിസിൻ്റെ ബാല്യകാലത്തെ പറ്റി ഓർക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായി താമസിച്ചിരുന്ന കാലം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ എൻ്റെ അമ്മ ജ്യോതിസിൻ്റെ വല്യമ്മച്ചി കുട്ടികളെല്ലാവരുമായി ഒരുമിച്ച് രാവിലെ ദേവാലയത്തിലേക്ക് പുറപ്പെട്ട് ദീപബലി പങ്കെടുക്കുകയും തിരിച്ചു വന്ന് സ്കൂളിൽ പോകുന്നതിനൊക്കെ തയ്യാറായ ശേഷം സ്കൂൾ പഠനത്തിനൊക്കെ ശേഷം ഇവിടെ വൈകിട്ട് പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥനാവേദിയിൽ കൂടുകയും കുട്ടികളെല്ലാവരുമായി വല്യമ്മച്ചിയുമായി ഒരുമിച്ച് പ്രാർത്ഥന എത്തിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. കൂടാതെ ജ്യോതിസ് ദേവാലയത്തിൽ പോയിരുന്ന കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ദേവാലയ ഗായക സംഘത്തിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ചേരുകയും ദേവാലയത്തിലും വീട്ടിലും പ്രാർത്ഥനാ സമയത്തും ഭംഗിയായി പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്ന ഇന്നും തുടർന്നു പോവുകയാണ്. ആ പ്രാർത്ഥന ശൈലിയും പിന്നെ പാട്ട് പാടുന്ന രീതിയും തുറന്നു പോവുകയാണ്. നിയമരംഗത്ത് അനേകർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ജ്യോതിസിന്റെ വിശേഷങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സിസ്റ്ററിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം.